എ.കെ. അഭിലാഷ്, ആരോപണങ്ങൾക്ക് പിന്നിൽ ആരാണുള്ളത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതികരണത്തിലേക്ക് വരെ എം.കെ. രാഘവൻ എം.പി. എത്തുകയാണ്. എന്താണ് മാടായി വിഷയത്തിൽ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും എം.കെ. രാഘവൻ പ്രധാനമായും സാങ്കേതിക വിഷയങ്ങൾ ഊന്നിക്കൊണ്ടാണ് ഈ കോളേജിലെ നിയമന വിവാദത്തിൽ പ്രതികരിക്കുന്നത്. കാരണം സുപ്രീം കോടതിയുടെയും അതോടൊപ്പം തന്നെ PCയുടെയും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം നടത്തിയത്. അതിൽ പ്രധാനമായും ഈ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടുള്ള നിയമനത്തിൽ അതുമായി ബന്ധപ്പെട്ട ആദ്യം അന്ധൻ്റേത്, പിന്നീട് കേൾവിശക്തി ഇല്ലാത്ത ആളുകളുടെ തുടങ്ങിയ അത്തരത്തിലുള്ള നിലപാടുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുകയും നിയമനം നൽകിയ എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ യോഗ്യത പരിശോധിച്ചുകൊണ്ടാണ് ഓരോ നിയമനവും നടത്തിയ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കണ്ണൂർ കോൺഗ്രസിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് ഇത്തരത്തിൽ സാങ്കേതികമായുള്ള കാരണങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് എം.കെ. രാഘവന്റെ ഭാഗത്ത് നടക്കുന്നത്. അതേസമയത്ത് ഈ പ്രതിസന്ധിയിൽ അയവ് വരുത്താതെ തന്നെ വിമതപക്ഷം കടുത്ത നടപടിയുമായി നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അതായത് ഇത്തരത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഊന്നിയുള്ള ഈ പ്രശ്നപരിഹാരത്തെ തങ്ങൾ അനുകൂലിക്കുന്നില്ല. എം.കെ. രാഘവന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് വിമതപക്ഷം ഇപ്പോൾ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ കടുത്ത നടപടികളിലേക്കും കടുത്ത പ്രതിഷേധത്തിലേക്കും പോകുന്നു എന്നുള്ള സൂചനകൾ കൂടി അവരുടെ ഭാഗത്തുണ്ടാകുന്നു. ഇന്ന് എം.കെ. രാഘവൻ എം.പിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്താനുള്ള ഒരു നീക്കമാണ് വിമതപക്ഷത്തിന്റെ ഭാഗത്തുമുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എം.കെ. രാഘവനെതിരെ കടുത്ത പ്രതിഷേധവും അതോടൊപ്പം തന്നെ കോലം കത്തിക്കലടക്കം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കുറെ കൂടി കടുത്ത നടപടികളിലേക്ക് ഈ വിമതപക്ഷം മുന്നോട്ട് പോകുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയിട്ടാണ് എം.കെ. രാഘവൻ ഇത്തരത്തിൽ നിയമനം നടത്തിയത്. അല്ലാതെ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു നിയമനത്തിനെയല്ല തങ്ങൾ എതിർക്കുന്നെന്നുള്ള കാര്യമാണ് വിമതപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ധനേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പരിഗണനയിൽ ഈ വിഷയം വന്നിരുന്നു. അന്ന് ഇത്തരത്തിൽ നിയമനം നടത്തേണ്ട എന്നൊരു തീരുമാനവും അന്നത്തെ DCC നടത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിലപാടിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമനത്തിലേക്കും പോയത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. പ്രധാനമായും CPMന്റെ ഒരു പ്രവർത്തകൻ ഇത്തരത്തിൽ നിയമനം നടത്തിയത് അംഗീകരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ തരത്തിൽ ആക്രമണം നേരിടേണ്ടി വന്ന ഒരു നാട് കൂടിയാണ്. ആ നാട്ടിൽ ഇത്തരത്തിൽ CPM പ്രവർത്തകർ നിയമനം നൽകിയതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ എം.കെ. രാഘവനെതിരെ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഏതായാലും ഇതിന് ഒരു പ്രശ്നപരിഹാരം എന്നുള്ള നിലയിൽ KPCCയുടെ ഭാഗത്തും സമവായ നീക്കങ്ങൾ നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് KPCCയുടെ ഭാഗത്ത് ചിലരെ ചുമതലപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുകയും ചെയ്യുന്നത്. എ.കെ. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.